വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആർട്ടിസൻസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൊസ്ദൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിലക്കയറ്റം തടയുക, വിലക്കയറ്റം തടയുക. ആർട്ടിസാൻസുകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രത്യേക വകുപ്പും മന്ത്രാലയവും രൂപീകരിക്കുക. ആർട്ടിസാൻസിനു വേണ്ടി പ്രത്യേക വകുപ്പും മന്ത്രാലയവും രൂപീകരിക്കുക. നിർമ്മാണത്തിലുള്ള ക്ഷേമനിധി രജിസ്ട്രേഷൻ ആനുകൂല്യം നടത്തുക. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ ആനുകൂല്യം കാലതാമസം ഒഴിവാക്കുക. വിലക്കയറ്റം തടയുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അപാകതകൾ പരിഹരിക്കുക, തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ അർഹതയുള്ള മുഴുവൻ തൊഴിലാളികളെയും അംഗങ്ങളാക്കുക, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി രൂപീകരിക്കുക, മൺപാത്രത്തിന് ആവശ്യമായ കളിമണ്ണ് എടുക്കുന്നതിനുള്ള വിലക്ക് മാറ്റുക, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സർക്കാർ ഫണ്ട് നൽകുക, ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോഓപ്പറേഷൻ ലിമിറ്റഡിന് സർക്കാർ ഷെയർ നൽകുക, ആർട്ടിസൻസ് കോർപ്പറേഷന് സർക്കാർ ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. ധർണയുടെ ഉദ്ഘാടനം CITU AC സെക്രട്ടറി DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് എല്ലാ മേഖലകളിലെ തൊഴിലാളികളും സംഘടിപ്പിച്ചു വരികയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും വിലക്കയറ്റം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, പൊതു വിതരണ സമ്പ്രദായമാകെ തകർത്തുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മുന്നോട്ട് പോകുന്നത്. ഈ നയങ്ങൾ തിരുത്താത്തിടത്തോളം കാലം വിലക്കയറ്റത്തിന് ഒരു അറുതി വരാൻ പോകുന്നില്ല. ഇതിന്റെ ഫലമായി തൊഴിലാളികൾ മോശമായ രീതിയിൽ അവരുടെ ജീവിത സാഹചര്യം മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, അത് CITU ആയാലും തിരക്കേടില്ല, INTC ആയാലും തിരക്കേടില്ല, BMSC, STU, AITC പോലുള്ള കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം സംഘടിപ്പിച്ചു വരികയാണ്. ഇത് ഏത് ഗവൺമെന്റ് ഭരിക്കുന്നു എന്നതല്ല, ഇത് തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണ് വിലക്കയറ്റം. അത് പാചക ഗ്യാസിനായാലും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളായാലും വിവിധ മേഖലകളിൽ അത് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന ഒരു നയസമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ ആർട്ടിസൻസ് യൂണിയൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ക്ഷേമ പദ്ധതി അതിവികലമായിട്ടാണ് നടപ്പിലാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന, അവർക്ക് ആനുകൂല്യം അനുവദിച്ചുകൊണ്ട് ഈ UDF ഗവൺമെന്റ് ഈ മേഖലയിലെ തൊഴിലാളികളുടെ അവരുടെ ക്ഷേമ പദ്ധതികളെല്ലാം യഥാസമയം നൽകാതെ, അത് അവ അനുവദിക്കാതെ അത് തടഞ്ഞു വെക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ തൊഴിലാളികൾ ക്ഷേമ പദ്ധതി എന്ന നിലയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിലെ തൊഴിലാളികൾ എന്ന നിലയിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അത് ആ മേഖലയിലെ ക്ഷേമ പദ്ധതി ക്ഷേമനിധി അംഗങ്ങളായ തൊഴിലാളികൾക്ക് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഓരോന്നായി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തൊഴിലാളികൾക്ക് യഥാസമയം അവർക്ക് ലഭിക്കേണ്ട ക്ഷേമനിധി ആനുകൂല്യം ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് മറ്റൊരു മുദ്രാവാക്യം. ജില്ലാ പ്രസിഡന്റ് BK രവികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK വിജയൻ സ്വാഗതം പറഞ്ഞു. CITU സംസ്ഥാന കമ്മിറ്റി മെമ്പർ CV ജോയ്, യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MA രാജീവൻ എന്നിവർ സംസാരിച്ചു.